എല്ലാവർക്കും മൈമെന്റർ PSC ആപ്പിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൽ വരാൻ സാധ്യതയുള്ള പ്രതീക്ഷിക്കാവുന്ന 70 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ 70 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് പ്രധാനമായിട്ട് ചെയ്യുന്നത് നാളെ LDC പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. നമ്മൾ LDC കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള 100 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ 2023-24 കാലയളവിൽ ചോദിച്ച PSC പരീക്ഷകളിൽ വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഇതിനോടൊപ്പം കാണണം. ഈ 70 ചോദ്യങ്ങൾ മാത്രമല്ല ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പദവികൾ. കേരളത്തിലെയും സംസ്ഥാന തലത്തിലെയും കേന്ദ്ര തലത്തിലെയും പ്രധാനപ്പെട്ട പദവികളും ആ പദവികളിലിരിക്കുന്ന വ്യക്തികളും. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുക. അതിനോടൊപ്പം ഈ 70 ചോദ്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിൻ്റെ PDF ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളാണ്. നമ്മൾ പല മേഖലകളിലുള്ള ചോദ്യങ്ങൾ ഇനി അടുത്തടുത്ത പേജുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് 106 ഭരണഘടനാ ഭേദഗതി നിയമം. 2023 നിലവിൽ വന്ന 106 ഭരണഘടനാ ഭേദഗതി നിയമം അല്ലേ? സ്ത്രീ സംവരണ ബില്ലാണ് അല്ലേ? 128 ബിൽ നമ്പർ. 128 ബില്ല് നമ്പർ. 128ാമത് ഭേദഗതി ബില്ലാണ് കേട്ടോ. നമുക്ക് ബില്ലും നിയമവും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് രാഷ്ട്രപതി ഒപ്പുവെച്ച് പാസ്സാക്കുമ്പോഴാണ് അതെന്താണ് ഒരു നിയമമായിട്ട് ഒരു ഭേദഗതിയായിട്ട് മാറുന്നത് അല്ലേ? ബില്ലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ 128ാമത് ബില്ലാണ് ഭേദഗതി നിയമം. 106 ഭരണഘടനാ ഭേദഗതി നിയമമാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹി ഉൾപ്പെടെയുള്ള നിയമസഭകളിലും സ്ത്രീകൾക്ക് ആകെ സീറ്റുകളിൽ 1/3 സംവരണം കൊടുക്കുന്ന ഭേദഗതിയാണ് 106 ഭരണഘടനാ ഭേദഗതി. ഓക്കെ, സ്ത്രീകൾക്ക് 1/3 സംവരണം, സീറ്റുകളിൽ 1/3 സംവരണം. അത് SC/ST റിസർവേഷൻ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ 1/3 സംവരണം. ശ്രദ്ധിക്കുക, ഈ സംവരണം വരുന്ന ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമാണ് കേട്ടോ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവുകളിലാണ്. രാജ്യസഭയിലില്ല, മറ്റ് സ്റ്റേറ്റ് കൗൺസിലുകളിലൊന്നുമില്ല. ലോക്സഭയിലും നിയമസഭയിലും ആണ് ഈ സംവരണം വരുന്നത് ഈ ഭേദഗതിയിലൂടെ. ഓക്കെ, 15 വർഷത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. 15 വർഷം കഴിഞ്ഞ് അത് റിവ്യൂ ചെയ്യും. അടുത്ത 15 വർഷത്തേക്കാണ് ഈ ഒരു സംവരണം നിലനിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 128ാമത് ഭേദഗതി ബില്ലാണ്. അതായത് 106 ഭരണഘടനാ ഭേദഗതി നിയമം ആയി മാറിയ 128ാമത് ബില്ലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അടുത്തത് മറ്റൊരു പേര്, ഈ ഭേദഗതിയുടെ അല്ലെങ്കിൽ ഈ ബില്ലിന്റെ മറ്റൊരു പേര് നാരി ശക്തി വന്ദൻ അധിനിയം എന്നും ഇതിനെ പറയുന്നു. ഇതിന്റെ മറ്റൊരു പേര് നാരി ശക്തി വന്ദൻ അധിനിയം. കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിളുകൾ, കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകൾ 330A, 332A, 334A. പഠിക്കാൻ എളുപ്പമാണ്. എല്ലാത്തിൻ്റെ കൂടെ A ഉണ്ട്. 330, 332, 334 കൂടെ Aയും കൂടെ ചേർക്കുക. പിന്നെ 239 AA. അപ്പോൾ ഈ ആർട്ടിക്കിളുകളാണ് കൂട്ടിച്ചേർത്തത്. 330A, 332A, 334A, 239 AA. ഈ ആർട്ടിക്കിളുകളാണ്, ഈ അനുച്ഛേദങ്ങളാണ് കൂട്ടി ചേർത്തത്. അപ്പോൾ ഓരോ ആർട്ടിക്കിളും ഞാൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമ്മൾ വിശദമായിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇപ്പോൾ ആ ഒരു ചോദ്യം എന്ന രീതിയിൽ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങളത് കാണുക. അടുത്തത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19-നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2023 സെപ്റ്റംബർ 19-നാണ് ഈ ബില്ല്, അതായത് 128ാമത് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? അർജുൻ റാം മെഗ്വാൾ ആണ്. ഇപ്പോഴത്തെ കേന്ദ്ര നിയമമന്ത്രിയായ കേന്ദ്ര നീതിന്യായ വകുപ്പ് മന്ത്രിയായ അർജുൻ റാം മെഗ്വാൾ ആണ് ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 20-നാണ് ലോക്സഭ അംഗീകരിച്ചത്. രാജ്യസഭ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 21-നാണ്. ലോക്സഭ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 20, രാജ്യസഭ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 21. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്.
ബില്ല് അവതരിപ്പിച്ച ഡേറ്റ് സെപ്റ്റംബർ 19, രാഷ്ട്രപതി അംഗീകാരം നൽകിയത് സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28-നാണ് ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് 106 ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തയിലേക്ക് പോവാം. 2024 76ാമത് കരസേനാ ദിനാഘോഷത്തിന്റെ വേദി ലക്നൗ ആണ്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലായ ലക്നൌവിൽ വെച്ചാണ് 2024 ദേശീയ ആർമി ദിനാഘോഷം നടന്നത് കേട്ടോ. ദേശീയ ആർമി ദിനം, കരസേനാ ദിനം ജനുവരി 15 ദേശീയ ആർമി ദിനം ജനുവരി 15. ഈ വർഷത്തെ പ്രമേയം ഇതായിരുന്നു, ഇൻ സർവീസ് ഓഫ് ദി നേഷൻ, രാജ്യത്തിന്റെ സേവനത്തിൽ. ഇൻ സർവീസ് ഓഫ് ദി നേഷൻ ആയിരുന്നു ഈ വർഷത്തെ ദേശീയ ആർമി ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, അതിന്റെ ആഘോഷം നടന്നത് ലക്നൌവിൽ വെച്ചാണ്. അടുത്തത് 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദിയായിരുന്നത് തിരുവനന്തപുരത്തെ വർക്കലയിൽ വെച്ചാണ്. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടന്നത് തിരുവനന്തപുരത്തെ വർക്കലയിൽ വെച്ചാണ് കേട്ടോ. വർക്കലയിൽ വെച്ചാണ് 2024 ഈ വർഷത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ആയിരുന്നു 2024 വർക്കലയിൽ നടന്നത് കേട്ടോ. അപ്പോൾ ഈ വർഷം ഇന്ത്യയിൽ നടന്ന, അതായത് തിരുവനന്തപുരത്തെ വർക്കലയിൽ നടന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ആയിരുന്നു ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ. അടുത്തത് 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റഷ്യയാണ്. ഈ വർഷത്തെ, അതായത് 2024 ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് റഷ്യയിൽ വെച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് റഷ്യയിൽ വെച്ചാണ്. കഴിഞ്ഞ വർഷത്തെ വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു. 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്, സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് നടന്നത്. 2024 ആസിയൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം, ഈ വർഷത്തെ ആസിയൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലാവോസ് ആണ്. ലാവോസിൽ വെച്ചാണ് ഈ വർഷത്തെ, അതായത് 2024 ആസിയൻ ഉച്ചകോടി നടക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം 2023 ആസിയൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ ആയിരുന്നു. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചാണ് നടന്നത്. അടുത്തത് G20 2023 ഭാഗമായി ഷെർപ്പ മീറ്റിംഗ് നടന്ന കേരളത്തിലെ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുമരകമാണ് കേട്ടോ. 2023 G20 ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. പ്രത്യേകം ഒരു ക്ലാസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി ഷെർപ്പ മീറ്റിംഗ് നടന്ന കേരളത്തിലെ സ്ഥലം കുമരകമാണ്. രണ്ടാമത് ഷെർപ്പ മീറ്റിംഗ് ആണ് കുമരകത്ത് വെച്ച് നടന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ വർഷം തന്നെ പലതവണ ഈ കുമരകത്തിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. അടുത്തത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയിലെ ഹാങ്ഷു ആയിരുന്നു. ചൈനയിലെ ഹാങ്ഷുവിൽ വെച്ചാണ് 2023 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഓർത്തിരിക്കുക. ആ ക്ലാസ് ഉറപ്പായിട്ടും കാണുക. ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്, അതായത് 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ജപ്പാനിലെ നഗോയയിൽ വെച്ചാണ്. ജപ്പാനിലെ നഗോയയിൽ വെച്ചാണ് അടുത്ത ഏഷ്യൻ ഗെയിംസ്, 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. അടുത്തത് നൗകായ് ജുഹർ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം. ആ ഒരു വാക്ക് ഓർത്തു വെച്ചേക്കുക. നൗകായ് ജുഹർ എന്ന ഫെസ്റ്റിവൽ, എന്ന ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയാണ് നൗകായ് ജുഹർ എന്ന ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഒരു അഗ്രികൾച്ചറൽ ഫെസ്റ്റിവലാണ് കേട്ടോ, ഒരു കാർഷികോത്സവമാണ് നൗകായ് ജുഹർ എന്ന് പറയുന്നത്. അത് ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. അടുത്ത ചോദ്യം, ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്നത് ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ ആത്മകഥയാണ്? രവിചന്ദ്രൻ അശ്വിന്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. ഇന്ത്യൻ ബൗളറായ രവിചന്ദ്രൻ അശ്വിന്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. അടുത്തത് 2023 ഡിസംബറിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ താരവും പരിശീലകനുമായിരുന്ന വ്യക്തി TA ജാഫറാണ്. TA ജാഫറാണ് കേട്ടോ. അദ്ദേഹം 2023 ഡിസംബറിൽ അന്തരിച്ചു. അദ്ദേഹം കേരള ഫുട്ബോൾ ടീമിന്റെ മുൻ താരവും പരിശീലകനുമായിരുന്നു, കോച്ചുമായിരുന്നു. അദ്ദേഹം ഡിസംബർ 2023 അന്തരിച്ചു. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. അന്ന് ആ മത്സരത്തിൽ അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടോ, കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. അടുത്തത്, ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 ഒരു സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ഷെഫ്
ശ്രേയ അനീഷ് ആണ് കേട്ടോ. ഷെഫ് ശ്രേയ അനീഷ് ആണ്. ജർമ്മനിയിൽ വെച്ചാണ് നടന്നത് പാചക ഒളിമ്പിക്സ്, കളിനറി ഒളിമ്പിക്സ് എന്ന് പറയും. മാർച്ചിലാണ് നടന്നത്, 2024 മാർച്ചിലാണ് നടന്നത്. അതിൽ 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ഷെഫ് ശ്രേയ അനീഷ് ആണ്. ഷെഫ് ശ്രേയ അനീഷ്. പാചക ഒളിമ്പിക്സിൽ 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ഷെഫ് ശ്രേയ അനീഷ്. ഓക്കെ, അടുത്തത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നത് 2023 മെയ് 28-നാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-നാണ്. ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. സെപ്റ്റംബർ 19-നാണ് 2023 സെപ്റ്റംബർ 19-നാണ് ആദ്യ സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം, പൗരന്മാരെ പോലെ തന്നെ നിയമപരമായി എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന് വിധി പ്രസ്താവിച്ചത് മദ്രാസ് ഹൈക്കോടതിയാണ്. മദ്രാസ് ഹൈക്കോടതിയാണ് അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളും പ്രകൃതിക്കുമുണ്ട്, അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന പ്രസ്താവന പുറപ്പെടുവിച്ചത് മദ്രാസ് ഹൈക്കോടതിയാണ്. മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ. അടുത്തത്, മലയാള സിനിമാ മേഖലയിലെ വിവേചനങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് കെ ഹേമ കമ്മീഷനാണ്. ജസ്റ്റിസ് കെ ഹേമ കമ്മീഷനാണ് മലയാള സിനിമാ മേഖലയിലെ വിവേചനങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. ജസ്റ്റിസ് കെ ഹേമ കമ്മീഷനാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്രയെ ടൂറിസം ഫ്രണ്ട്ഷിപ്പ് അംബാസഡറായി നിയമിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇന്ത്യയുടെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്രയെ ടൂറിസം ഫ്രണ്ട്ഷിപ്പ് അംബാസഡറായി നിയമിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡ് ആണ്. അടുത്തത്, 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം എന്താണ്? 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം പൂവ് എന്നാണ് ചിത്രത്തിന്റെ പേര്. പൂവ് എന്നാണ് ചിത്രത്തിന്റെ പേര് കേട്ടോ. സംവിധായകർ അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജുമാണ്. ഒന്നുകൂടെ ഓർത്തു വെച്ചേക്കുക, 2024 ഈ വർഷത്തെ ധാക്ക രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്? പൂവ് ആണ് കേട്ടോ. പൂവ് ആണ്. അടുത്തത്, 2023 47ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ആട്ടമാണ്. 2023 47ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ആട്ടമാണ്. സംവിധാനം ആനന്ദ് ഏകർഷിയാണ് സംവിധാനം ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി EV രാമകൃഷ്ണനാണ്. കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് ശ്രീ EV രാമകൃഷ്ണന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മലയാളിയാണ് EV രാമകൃഷ്ണൻ. അടുത്തത്, കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ. കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ് R കുൽക്കർണിയാണ്. ശ്രീനിവാസ് R കുൽക്കർണിക്കാണ് കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് ലഭിച്ചത് കേട്ടോ. കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് ലഭിച്ചത് ശ്രീനിവാസ് R കുൽക്കർണിക്കാണ്. അടുത്തത്, സ്രാങ്ക് ലൈസൻസ് കരസ്ഥമാക്കിയ ആദ്യ മലയാളി വനിത എസ് സന്ധ്യ. വാർത്തകളിലൊക്കെ ഒരുപാട് വന്നതാണ് സ്രാങ്ക് ലൈസൻസ്. സ്രാങ്ക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ബോട്ട് ഓടിക്കാനായിട്ടുള്ള ലൈസൻസ് ആണ് അല്ലേ. അപ്പോൾ സ്രാങ്ക് ലൈസൻസ് കരസ്ഥമാക്കിയ ആദ്യ മലയാളി വനിതയാണ് എസ് സന്ധ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറയാണ്. ഗോപിചന്ദ് തോട്ടക്കുറയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി. ആന്ധ്രാപ്രദേശുകാരനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പേര് നമ്മളങ്ങനെ കേൾക്കാറുള്ളതാണ്. അദ്ദേഹം വിർജിൻ ഗാലക്റ്റിക്കിന്റെ ഭാഗമായിട്ട് ബഹിരാകാശ
വിനോദസഞ്ചാരിയായിട്ട് പോകാനായിട്ടുള്ള ഒരു ദൗത്യത്തിലാണ്, പക്ഷേ ഇതുവരെയും പോയിട്ടില്ല. പക്ഷേ ഈയിടെയായിട്ട് വാർത്തകളിൽ വന്നതാണ് ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഓറിജിൻസ് എന്ന് പറയുന്ന എയറോസ്പേസ് കമ്പനി 6 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ബഹിരാകാശത്തേക്ക് വിനോദസഞ്ചാരികളായിട്ട് പോകാനായിട്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഒരു പേരാണ് ഗോപിചന്ദ് തോട്ടക്കുറ, ആന്ധ്രാപ്രദേശുകാരനാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാർത്തകളിൽ വന്നതും അങ്ങനെ ഒരു ഫാക്റ്റ് നമ്മൾ പഠിക്കുന്നതും. ഓക്കെ, അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പോകാനായിട്ടിരിക്കുന്നത് വെർജിൻ ഗാലക്റ്റിക്കിലൂടെയാണ്. ഗോപിചന്ദ് തോട്ടക്കുറ പോകുന്നത് ബ്ലൂ ഓറിജിൻസ് എന്ന് പറയുന്ന കമ്പനിയിലൂടെയാണ്. ഓക്കെ, അടുത്തത് ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം. ചാറ്റ് GPT ബദലായിട്ട്, ചാറ്റ് GPT എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, AI ചാറ്റ് ബോട്ടാണ്. അപ്പോൾ അതിന് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക് എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. ഗ്രോക്ക് AI എന്ന് പറയും, ഗ്രോക്ക് AI. അപ്പോൾ ആ വാക്കൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഗ്രോക്ക് ആണ് കേട്ടോ. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരിയാണ്. കേരളീയം 2023 എന്ന പരിപാടിയുടെ ലോഗോ ഡിസൈൻ ചെയ്തത്. നമുക്കറിയാം 2023 കേരള പിറവിയോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയാണ് കേരളീയം. നവംബർ 1 മുതൽ 7 വരെയാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തത് ബോസ് കൃഷ്ണമാചാരിയാണ് കേട്ടോ. അടുത്തത് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേര് കുട്ടിക്കൃഷ്ണൻ പിള്ളയാണ് NK ദേശത്തിന്റെ ശരിയായ പേര്. അദ്ദേഹം 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചു. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷിനാണ് ഇറാസ്മസ് പ്രൈസ് ലഭിച്ചത്. ആ പേരൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാരാണ്? അമിതാവ് ഘോഷാണ്. അടുത്തത് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം എന്ന ബഹുമതി കേരളത്തിനാണ്. അടുത്തത് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല വയനാടാണ്. കേരളത്തിലെ വയനാടാണ് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല വയനാടാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടന WHO വയോജന സൗഹൃദ നഗരമായി, വയോജനങ്ങൾക്ക് സൗഹൃദപരമായിട്ടുള്ള നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യ നഗരമാണ് കൊച്ചി. ഒന്നുകൂടെ നോക്കി വെച്ചേക്കുക. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. അടുത്തത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലമാണ്. ആ ഫാക്ട് നോക്കി വെച്ചേക്കുക. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ്. ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. കോഓപ്പറേറ്റീവ് മ്യൂസിയം. ഓക്കെ, അടുത്തത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ 2023 ആരോഗ്യ മന്ദൻ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ 2023 ആരോഗ്യ മന്ദൻ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. എന്തിനാണ്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള പുരസ്കാരമാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള പുരസ്കാരമാണ് അത് ലഭിച്ചത്. 2023 ലഭിച്ചത് കേരളത്തിനാണ്. അടുത്തത് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ശരണബാല്യം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അപ്പൊ ശരണബാല്യം എന്നൊരു പദ്ധതി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്തിനാണ്? കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയാനായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അടുത്തത് വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി മധുരം എന്നാണ് പേര് കേട്ടോ. അപ്പൊ മധുരം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയാണ്. അപ്പൊ കുടുംബശ്രീ എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ വയോജനങ്ങൾക്കുള്ള പദ്ധതിയാണെങ്കിൽ ആ പദ്ധതിയുടെ പേര് മധുരമാണ്. മധുരം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച
പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പകാണ് കേട്ടോ. അതായത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പകാണ് കേട്ടോ. പുഷ്പകാണ്. അടുത്തത് ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം 3 എന്നാണ് ആ പ്ലാറ്റ്ഫോമിന്റെ പേര്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ എന്നാണ് പോയം എന്ന വാക്കിന്റെ അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ എന്നാണ്. അപ്പോൾ പോയം 3 ആണ് ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. ഇത് ജനുവരി 1 2024 ജനുവരി 1 എക്സ്പോസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റിനൊപ്പം അല്ലെ അതിന്റെ ഭാഗമായിട്ട് വിക്ഷേപിച്ച പ്ലാറ്റ്ഫോമാണ് പോയം 3. ആ പേര് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം, അതാണ് കീവേഡ്. ഓക്കെ, അടുത്തത് 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം. 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS ആണ്. 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം. വിക്ഷേപണ വാഹനം GSLV F-14. വിക്ഷേപണ വാഹനം നോട്ട് ചെയ്ത് വെച്ചേക്കണം, കാരണം നേരത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇൻസാറ്റ് 3DS ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ സാറ്റലൈറ്റ് ആണ്, ഉപഗ്രഹമാണ്. വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരി 17. വിക്ഷേപിച്ച വാഹനം അല്ലെങ്കിൽ വിക്ഷേപണ വാഹനം GSLV F-14. അടുത്തത് പ്രപഞ്ചത്തിലെ എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കാനും തമോക ഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനും വിക്ഷേപിച്ച പേടകം എക്സ്പോസാറ്റ് ആണ്. അപ്പോൾ എക്സ്പോസാറ്റിനെ പറ്റി നമ്മൾ നേരത്തെയും പഠിച്ചതാണ്. ഈ വർഷം ഒരു തവണ ചോദിച്ചൊരു ചോദ്യമാണ് എക്സ്പോസാറ്റിനെ പറ്റി. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് ഫുൾ ഫോം. അത് പ്രപഞ്ചത്തിലെ എക്സ്റേ രശ്മികളെ പറ്റി പഠിക്കാനും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന് മാത്രമല്ല തമോക ഗർത്തങ്ങളെയും ന്യൂട്രോൺ സ്റ്റാറിനെയും പറ്റി പഠിക്കുന്നുണ്ട്. തമോക ഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോളുകളെയും ന്യൂട്രോൺ സ്റ്റാറുകളെയും പറ്റിയും അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പോസാറ്റ് ആണ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1 കേട്ടോ. ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2024 ജനുവരി 1 എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തമോക ഗർത്തത്തിൻ്റെ ഉള്ളറിയാൻ പേടകം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയായി. അതായത് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചതിലൂടെ ഈ ബ്ലാക്ക് ഹോളിൻ്റെ അല്ലെങ്കിൽ ആന്തരിക ഘടനയെ പറ്റി പഠിക്കാനായിട്ട് പേടകം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എക്സ്പോസാറ്റിലൂടെ. ഓക്കെ, വിക്ഷേപിച്ച വാഹനം PSLV C-58 ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. എക്സ്പോസാറ്റ് വിക്ഷേപിച്ച വാഹനം അല്ലെങ്കിൽ വിക്ഷേപണ വാഹനം PSLV C-58 ആയിരുന്നു. PSLV C-58 ആദ്യം വിക്ഷേപിച്ചത്, അതായത് ഈ ദൗത്യത്തിന് വേണ്ടി ആദ്യം വിക്ഷേപിച്ചത് USA ആണ് ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഈ ദൗത്യത്തിനായിട്ട് വിക്ഷേപിക്കുന്നത്. എന്ത് ദൗത്യത്തിന് വേണ്ടി? ബ്ലാക്ക് ഹോളിനെ പറ്റി പഠിക്കാൻ, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിന്റെ ആന്തരിക ഘടനയെ പറ്റി പഠിക്കാനായിട്ട് ഉപഗ്രഹം അല്ലെങ്കിൽ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന ആദ്യ രാജ്യം USA ആണ്. രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. വിക്ഷേപിച്ചത് എക്സ്പോസാറ്റിനെയാണ്. വിക്ഷേപണ വാഹനം PSLV C-58. തീയതി 2024 ജനുവരി 1. അടുത്തത് 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ്. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിച്ച രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അടുത്തത് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഓപ്പറേഷൻ സർവശക്തി എന്നാണ് അതിന്റെ പേര്. ഓപ്പറേഷൻ സർവശക്തി എന്തിനാണ് ആരംഭിച്ചത്? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ്, അല്ലെങ്കിൽ അതിനെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. അടുത്തത് 2023 സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ നടത്തിയ അഭ്യാസം തൃശൂൽ എന്നാണ് അതിന്റെ പേര് കേട്ടോ. 2023 സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമസേന, ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ നടത്തിയ അഭ്യാസം, അതിന്റെ പേര് തൃശൂൽ എന്നാണ്. തൃശൂൽ. അറബിക്കടലിൽ നടത്തിയ നാവികാഭ്യാസമായ സീ ഗാർഡിയൻ 3 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ചൈന പാകിസ്ഥാൻ തമ്മിൽ നടത്തിയ നാവികാഭ്യാസത്തിന്റെ പേരാണ് സീ ഗാർഡിയൻ
3 അറബിക്കടലിലാണ് ഇത് നടത്തിയത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. അറബിക്കടലിൽ നടത്തിയ നാവികാഭ്യാസമായ സീ ഗാർഡിയൻ 3 ചൈനയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയതാണ്. കേട്ടോ, ചേർന്ന് നടത്തിയതാണ്. അടുത്തത് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായു ശക്തി നടന്ന സ്ഥലം പൊക്രാനാണ്. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൈനിക അഭ്യാസമായ വായു ശക്തി നടന്നത് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ്. ഓക്കെ, അടുത്തത് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളം INS ജഡായു എന്നാണ് ആ താവളത്തിന്റെ പേര്. കേട്ടോ, ഇന്ത്യൻ നേവിയുടെ പുതിയ താവളത്തിന്റെ പേര്, നാവിക താവളത്തിന്റെ പേര് INS ജഡായു ആണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിലാണ് അത് പ്രവർത്തനം ആരംഭിക്കുന്നത്. അടുത്തത് 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 5000 കിലോമീറ്ററിലധികം അകലെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ പ്രഹരം നടത്താൻ ശേഷിയുള്ള മിസൈൽ സംവിധാനം അഗ്നി 5 ആണ്. അഗ്നി 5 എന്നാണ് ആ മിസൈലിന്റെ പേര്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ്. 5000 കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനായിട്ട് സാധിക്കും. ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാനായിട്ട് കെൽപ്പുള്ള, ശേഷിയുള്ള മിസൈലാണ് അഗ്നി 5. ഓക്കെ, അടുത്തത് 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ട്രോങ്ങസ്റ്റ് മിലിറ്ററി പവർ എന്ന് പറയുന്നത് അമേരിക്കയാണ്. എന്ത് പ്രകാരം? 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം 4-ാമതാണ്. മിലിറ്ററി സ്ട്രെങ്ത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4-ാമതാണ്. അടുത്തത് 2024 റംസാർ സൈറ്റായി പ്രഖ്യാപിച്ച കരൈവെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. 2024 റംസാർ സൈറ്റായി പ്രഖ്യാപിച്ച കരൈവെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. കേട്ടോ, കരൈവെട്ടി പക്ഷി സങ്കേതം 2024 റംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു അതിനെ. അടുത്തത് പുതുതായി റംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ട മഗഡി കേരെ കൺസർവേഷൻ റിസർവ്, അംഗസമുദ്ര പക്ഷി സംരക്ഷണ സങ്കേതം, അങ്കനാശിനി അഴിമുഖം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. കേട്ടോ, അപ്പൊ കർണാടകയിലെ ഇത്രയും സ്ഥലങ്ങൾ പുതുതായി റംസാർ സൈറ്റുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? മഗഡി കേരെ കൺസർവേഷൻ റിസർവ്, അംഗസമുദ്ര പക്ഷി സംരക്ഷണ സങ്കേതം, അങ്കനാശിനി അഴിമുഖം. ഈ 3 സ്ഥലങ്ങളും കർണാടകയിൽ പുതുതായി റംസാർ സൈറ്റുകളായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളാണ്. കേട്ടോ, ആ 3 പേരുകൾ ഓർത്തു വെച്ചേക്കുക. സംസ്ഥാനം എന്താണ്? കർണാടകയാണ്. കരൈവെട്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. അത് 2024 റംസാർ സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയിൽ നിന്ന് 42ാമത് യുനെസ്കോ പൈതൃക സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. കേട്ടോ, കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രങ്ങളാണ് ഇന്ത്യയിൽ നിന്നും 42ാമത് യുനെസ്കോ പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചത്. കേട്ടോ, കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രം ആണ്. ഓക്കെ, കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 42ാമത് ആണ്. കേട്ടോ, 42ാമത് യുനെസ്കോ പൈതൃക സൈറ്റ് ആണ്. യുനെസ്കോയുടെ ഇന്ത്യയിലെ 41ാമത് പൈതൃക കേന്ദ്രം, 41ാമത് പൈതൃക സൈറ്റ് ഏതാണ്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്. ശാന്തിനികേതൻ, വെസ്റ്റ് ബംഗാളിലെ ശാന്തിനികേതനിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ നിന്നുള്ള 41ാമത് പൈതൃക കേന്ദ്രം, യുനെസ്കോയുടെ പൈതൃക കേന്ദ്രം. ഇതിനെപ്പറ്റി നമ്മളൊരു പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ പഠിച്ചതാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഒരു സ്ഥാപനമാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, വിശ്വഭാരതി സർവകലാശാല എന്ന് പറയുന്നത്. 1921 രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിക്ക്. വെസ്റ്റ് ബംഗാളിലെ ശാന്തിനികേതനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന പുനഃനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. കേട്ടോ, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ പുനഃനാമകരണം ചെയ്തിട്ടുണ്ട്, റീനെയിം ചെയ്തിട്ടുണ്ട്. എന്താണ് പേര്? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനഃനാമകരണം ചെയ്തിട്ടുണ്ട്. കേട്ടോ, പുനഃനാമകരണം ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ചെയ്തത്? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്.
2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഏകീകൃത യൂണിഫോം സിവിൽ കോഡ് 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്തത് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ റങ്പോയാണ്. റങ്പോയാണ് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് റങ്പോ. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് റങ്പോ. അടുത്തത് 2024 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 82ആണ്. 2024 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 82ആണ് കേട്ടോ. ഒന്നാം സ്ഥാനം സിംഗപ്പൂരാണ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് പാസ്പോർട്ട് സിംഗപ്പൂരിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 82ആണ്. ഹെൻലി പാസ്പോർട്ട് സൂചികയാണ് കേട്ടോ. 2024 ഹെൻലി പാസ്പോർട്ട് സൂചികയാണ്. അടുത്തത് 2024 UN ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. 2024 UN ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126ആണ്. ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡാണ്. ഫിൻലാൻഡാണ് ഒന്നാം സ്ഥാനത്ത്. അടുത്തത് MGNREGA. MGNREGA എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണല്ലേ MGNREGA സ്കീം എന്ന് പറയുന്നത്. അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ നിലവിലെ വേതനം 346 രൂപയാണ് കേട്ടോ. കേരളത്തിലെ നിലവിലെ വേതനം 346 രൂപയാണ്. ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്, 374 രൂപ. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്, 374 രൂപ. കേരളം 346 രൂപയാണ് നൽകുന്നത്. ഇനി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൽകുന്ന വേതനം 333 രൂപയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കുക, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ വേതനം 333 രൂപ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ വേതനം 346 രൂപ. ഓക്കെ, 333 346. ഇനി നമുക്ക് സ്വരാജ് ട്രോഫി 2022-23 ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളാണ് ഒന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത് കേട്ടോ. കേരള സംസ്ഥാന സർക്കാർ മികച്ച ലോക്കൽ ബോഡീസിന്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, അതായത് കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, ഇതിനൊക്കെ നൽകി വരുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് 50 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ലഭിക്കും. രണ്ടാം സ്ഥാനക്കാർക്ക് 40 ലക്ഷം രൂപ, മൂന്നാം സ്ഥാനക്കാർക്ക് 30 ലക്ഷം രൂപയും ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സ്വരാജ് ട്രോഫിയുടെ സമ്മാന തുകകൾ. നമുക്ക് നോക്കാം ഇനി ഓരോ കാറ്റഗറിയിലും ആരായിരുന്നു ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം എന്ന്. കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരത്തിനാണ്. മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനം ഗുരുവായൂർ, രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി, മൂന്നാം സ്ഥാനം ആന്തൂർ. മുനിസിപ്പാലിറ്റി തലത്തിൽ ഒന്നാം സ്ഥാനം ഗുരുവായൂർ, രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി, മൂന്നാം സ്ഥാനം ആന്തൂർ. അടുത്തത് ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം തിരുവനന്തപുരം, രണ്ടാം സ്ഥാനം കൊല്ലം. ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം തിരുവനന്തപുരം, രണ്ടാം സ്ഥാനം കൊല്ലം. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയവര് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്, കാസർഗോട്ടെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്, മലപ്പുറത്തെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, കോട്ടയത്തെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം നേടിയവർ ആരൊക്കെയാണ്? നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. നീലേശ്വരം കാസർഗോഡാണ്, പെരുമ്പടപ്പ് മലപ്പുറത്താണ്, വൈക്കം കോട്ടയത്താണ്. ഇനി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് വലിയ പറമ്പ്. കാസർഗോഡ് വലിയ പറമ്പയാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. രണ്ടാം സ്ഥാനം മുട്ടാർ, ആലപ്പുഴയിലെ മുട്ടാറാണ് രണ്ടാം സ്ഥാനം നേടിയത്. മൂന്നാം സ്ഥാനം മരങ്ങാട്ടുപള്ളി, കോട്ടയത്തെ മരങ്ങാട്ടുപള്ളിക്കാണ് മൂന്നാം സ്ഥാനം ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ഈ 70ഓളം ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് മാത്രമല്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത LDC കറണ്ട് അഫെയർ സീരീസിന്റെ ഭാഗമായിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ കൂടി കാണുക. നേരത്തെ നമ്മൾ 100 ക്വസ്റ്റ്യൻസിന്റെ വരാൻ സാധ്യതയുള്ള 100 കറണ്ട് അഫെയർസ് ചോദ്യങ്ങളുടെ ഒരു സെറ്റ് പഠിച്ചതാണ്. പിന്നെ 2023-24 കാലയളവിൽ നടന്ന PSC പരീക്ഷകളിൽ വന്ന കറണ്ട് അഫെയർസ് ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു. പിന്നെ സ്പോർട്സിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ കറണ്ട് അഫെയർസിന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.